നിസ്കരിക്കാത്ത ആളുടെ ആ വല്ലാത്ത ഒരു ഐശ്വര്യക്കേടിനെ കുറിച്ച് ഒരു ചെറിയ ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് സഞ്ചരിക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് മേഖലകളിൽ കൈകാര്യം ചെയ്യുന്ന, ഒരുപാട് നാടുകളിലൂടെ കടന്നു പോകുന്ന ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു നാട്ടിലൂടെ അങ്ങ് കടന്നു പോകുന്ന സന്ദർഭത്തിൽ വല്ലാത്ത സമൃദ്ധി കളിയാടുന്ന ഒരു നാട് അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടുകയാണ്. സാമ്പത്തികമാകുന്ന അഭിവൃദ്ധിയുണ്ട്, നല്ല ഉന്നമനങ്ങളുണ്ട്, നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകുന്ന ആളുകളുണ്ട്, നല്ല അരുവികളുണ്ട്, വിഭവസമൃദ്ധമാകുന്ന ആഹാരങ്ങളുണ്ട്. അങ്ങനെ സമൃദ്ധി കളിയാടുന്ന നല്ല ഒരു നാട് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യാത്രാവിദ്യയിൽ അദ്ദേഹം കാണുകയാണ്. ആ സന്തോഷത്തിന്റെ കാഴ്ച കണ്ടതിന്റെ പേരിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് അൽഹംദുലില്ലാഹ് എന്ന ശുക്രിന്റെ ഹംദിന്റെ മന്ത്രങ്ങൾ പറഞ്ഞുകൊണ്ട് ആ നാട്ടിൽ നിന്നും യാത്രയാവുകയാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, 2 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ നാട്ടിലൂടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സഞ്ചരിച്ചപ്പോൾ മുമ്പ് കണ്ടിരുന്നതായ ഐശ്വര്യം ഇപ്പോൾ ആ നാട്ടിലില്ല. മുമ്പ് കണ്ടിരുന്നതായ സമൃദ്ധി ഇപ്പോൾ ആ നാട്ടിലില്ല. മുമ്പ് കണ്ടിരുന്നതായ ആ സമൃദ്ധിയുടെ ഏറ്റവും വലിയ ഐശ്വര്യം ഈ നാട്ടിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അരുവികളും തടാകങ്ങളും എല്ലാം പറ്റുപടർന്നിരിക്കുന്നു. അവിടെ ആ നാട് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന രൂപത്തിലാണ് 2 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ കാണാൻ സാധിച്ചത്. അതിന്റെ കാരണം എന്താണെന്ന് അല്ലാഹുവിലേക്ക് ദുആയിരുന്നപ്പോൾ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി അറിയിച്ചു കൊടുക്കുകയാണ്. നിസ്കരിക്കാത്തതായ ഒരു വ്യക്തി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയ നിസ്കാരം മുടക്കുന്ന ഒരു വ്യക്തി ആ നാട്ടിലൂടെ കടന്നുപോയിട്ട് അവിടെ ഉണ്ടായിരുന്ന അരുവിയിൽ നിന്നും അല്പം ജലം പാനം ചെയ്തതിന്റെ പേരിലാണ് ആ നാട്ടിന് ഐശ്വര്യക്കേട് വന്നതെന്ന് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കൊരു സംശയം വരും, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് മാത്രമല്ലേ നിസ്കാരം നിർബന്ധമുള്ളൂ? അങ്ങനെയില്ല. മറ്റുള്ള പ്രവാചകന്മാർക്ക് ഓരോ വഖത്ത് നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയിട്ടുണ്ട്. അങ്ങനെ നിർബന്ധമാക്കപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽപ്പെട്ട നിർബന്ധമാക്കപ്പെട്ട ഒരു നിസ്കാരം മുടക്കിയ ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതായ അപലക്ഷണമാണ് ഒരു നാട് തന്നെ നശിച്ചു പോകാൻ കാരണമായത്. നിസ്കാരം മുടക്കിയ ഒരാൾ ഒരു നാട്ടിലൂടെ നടന്നു പോയി കുറച്ച് വെള്ളം കുടിച്ചു. നാട്ടിന്റെ സമൃദ്ധിയും നാട്ടിന്റെ ഐശ്വര്യവും നാട്ടിന്റെ എല്ലാ ഭംഗിയും നഷ്ടപ്പെട്ടു പോയി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കാരം ഏത് സാഹചര്യങ്ങൾ വന്നാലും നിസ്കാരം മുടക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരരുത്. പ്രത്യേകിച്ച് സഹോദരിമാര് വീട്ടിലെ ജോലി എല്ലാം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഇശാഇന് സുബ്ഹിയും ളുഹറും അസ്റും മഗ്രിബും എല്ലാം കൂടെ ഇശാഇന് കലവും ചട്ടി എല്ലാം കഴിവ് വെച്ചതിന് ശേഷം നിസ്കാരം 5 വഖത്തും കൂടെ ഒരു സമയത്ത് നിസ്കരിക്കുന്ന ഒരു സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മോശമായ അവസ്ഥയെ തൊട്ട് നാം ഓരോരുത്തരെയും സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഭർത്താവിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും നമ്മൾ കുറച്ച് ഡിലേ ആക്കുന്നത്. മക്കൾ സ്കൂളിൽ പോകുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഭർത്താവിന്റെ ഉമ്മയും അപ്പയും നോക്കണം, ഇതെല്ലാം സാഹചര്യങ്ങളാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നിസ്കാരം മുടക്കിയാലേ നമ്മൾ ചെയ്യുന്നതിലൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം തരില്ല. വെറും ഒരു വ്യായാമമായി മാറത്തേ ഉള്ളൂ. അതുകൊണ്ട് നിസ്കാരം കൃത്യസമയത്ത് നിസ്കരിക്കലാണ് ഏറ്റവും അഫ്ളലായ ഇബാദത്ത് ഏതാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ മുത്തായ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അഫ്ളലുൽ ഇബാദാതി, ഏറ്റവും നല്ല ഇബാദത്ത് അസ്വലാത്തു ലിവഖ്തിഹാ, നിസ്കാരം അതിന്റെ സമയങ്ങൾ നിർവഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അത് തന്നെയാണ് പ്രിയമുള്ളവരെ ഏറ്റവും നല്ല ഇബാദത്തെന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്ത ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഭാര്യയുടെയും ഭർത്താവിന്റെയും കടമകൾ പറയുന്ന രംഗങ്ങൾ കടന്നു വരുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതലും നമ്മൾ ഓർക്കേണ്ട ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹാന്റെ ചരിത്രം. നബിതങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകിയ ഒരു ഭാര്യയാണ് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ. അവർ
അവരുടെ ജീവിതം എത്രയോ മഹത്വമുള്ളതാണ്, എത്രയോ ഖൈറിലാണ് അവരുടെ ജീവിതം. കാരണം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറ എന്ന് പറയുന്ന ഗുഹയിലേക്ക് കടന്നുപോയി അല്ലാഹു എന്ന് പറയുന്ന ഏക ഇലാഹിലേക്ക് മുഴുവൻ സമയവും ഇങ്ങനെ ചെലവഴിക്കുന്ന സന്ദർഭത്തിൽ നബി തങ്ങൾക്ക് നുബൂവത്ത് കിട്ടുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് ഖുർആനിന്റെ ഏറ്റവും വലിയ മഹത്വമുള്ള വാക്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് റസൂലുള്ളാഹി തങ്ങളെ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകിയിട്ട് ആകാശത്തിലേക്ക് കടന്നുപോയ ഒരു ദിവസമുണ്ട് പ്രിയമുള്ളവരെ. ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉഗ്രരൂപം കണ്ടുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ വല്ലാത്ത പരിഭ്രമം കടന്നു വരികയാണ്. അങ്ങനെ പരിഭ്രമിച്ചുകൊണ്ട് ഹിറ എന്ന് പറയുന്ന മലയുടെ മുകളിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാന്റെ അടുക്കലേക്ക് ഓടി കിതച്ചു കൊണ്ടുവന്ന് പറയുകയാണ്, സമ്മിലൂനി സമ്മിലൂനി ഖദീജ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടൂ ഖദീജ, എനിക്ക് വല്ലാതെ തണുക്കുന്നുണ്ട് ഖദീജ. ഖദീജ റളിയല്ലാഹു തആല അൻഹായുടെ മുന്നിലേക്ക് വിറച്ചു വരുന്ന ഒരു കുഞ്ഞിനെ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ ഖദീജ ഉമ്മ അതാ പെട്ടെന്ന് പുതപ്പിട്ടുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ മൂടിയിട്ട് അവിടുന്ന് ഒരു കട്ടിലേക്ക് കൊണ്ടുപോയി കിടത്തുകയാണ്. എന്നിട്ട് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൈവിടില്ല. നിങ്ങൾ പാവങ്ങളെ സഹായിക്കുന്ന ആളല്ലേ, നിങ്ങൾ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ആളല്ലേ, വൃദ്ധകരെയും അതുപോലെ തന്നെ ശാരീരികമാകുന്ന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളെ എല്ലാം ചേർത്ത് പിടിക്കുന്ന ആളല്ലേ, യതീമീങ്ങളെ സഹായിക്കുന്ന ആളല്ലേ, പാവങ്ങളെ ചേർത്ത് പിടിക്കുന്ന ആളല്ലേ, അതാ പട്ടിണി അനുഭവിച്ചുകൊണ്ട് കടന്നു വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളല്ലേ. ഇങ്ങനെയെല്ലാം നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഹബീബായ പ്രവാചകന്റെ മനോമുഖരങ്ങളിൽ സമാധാനം വിതച്ചു കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു തആല അൻഹാ. പ്രിയമുള്ളവരെ, ചിലപ്പോൾ നമ്മളാണെങ്കിലോ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരിൽ ചില ആളുകളെങ്കിലും ഉണ്ട് എന്തെങ്കിലും ഒരു ബിസിനസിന്റെ തകർച്ചയിലൂടെ പ്രിയപ്പെട്ട പിതാവ്, പ്രിയപ്പെട്ട ഭർത്താവ് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മുഖമൊന്ന് വാടിയിരിക്കുന്നത് കാണാം. വല്ലാത്ത ടെൻഷൻ അടിച്ചുകൊണ്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോ അവരെ കുത്തുവാക്ക് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്ന ഭാര്യമാരാണോ നമ്മൾ? അവരെ പരിഹസിക്കുന്നതായ ഭാര്യമാരാണോ നമ്മൾ? അവര് വിഷമിച്ച് വല്ലാതെ സാമ്പത്തികമാകുന്ന പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ രാവിലെ നടന്നതും ഇന്നലെ നടന്നതുമായ ഒരുപാട് പ്രശ്നത്തിന്റെ ഭാണ്ഡങ്ങൾ അഴിച്ചു വെക്കുന്ന ഭാര്യമാരാണോ നമ്മൾ? നമ്മൾ തിരുത്തേണ്ടതുണ്ട്, നമ്മുടെ സ്വഭാവം മാറേണ്ടതുണ്ട്.